ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. ഇന്ന് ബുദ്ധപൂർണിമ. ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെന്റ് പ്ലാറ്റ്ഫോമായി ഇന്ത്യയുടെ UPI. കേരളത്തിൽ വേനൽ മഴ ശക്തി പ്രാപിക്കുന്നു. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പകൽ ചൂടിനെതിരെ ജാഗ്രത വേണമെന്നും നിർദ്ദേശം. തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യവുമായി ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ന് ബുദ്ധപൂർണിമ. ഗൗതമ ബുദ്ധൻ ജനിച്ചതും നിർവ്വാണം പ്രാപിച്ചതും ഇതേ ദിവസമാണ്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബർമ, തായ്ലൻഡ്, ടിബറ്റ്, കൊറിയ തുടങ്ങി ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾ ഈ ദിവസം ആഘോഷിക്കുന്നു. ബുദ്ധപൂർണിമ ദിനത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. ബുദ്ധന്റെ തത്വങ്ങൾ സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും പരസ്പര ഐക്യത്തിന്റെയും പാതയിലേക്ക് സഞ്ചരിക്കാൻ സർവരെയും പ്രചോദിപ്പിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്ദേശത്തിൽ കുറിച്ചു. ബുദ്ധചിന്തകൾ സമൂഹത്തിൽ സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും ആത്മാവിനെ ആഴത്തിലാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. ബുദ്ധപൂർണിമയുടെ അവസരത്തിൽ ലേയിലെ ചോങ്ലാംസറിൽ ശ്രീബുദ്ധന്റെ വിശുദ്ധ തിരുശേഷിപ്പുകളുടെ പ്രദർശനവും 2569ാമത് ബുദ്ധപൂർണിമ ആഘോഷങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ഭഗവാൻ ബുദ്ധന്റെ ജ്ഞാനം 2500 വർഷങ്ങൾക്ക് ശേഷവും പ്രസക്തമാണെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഇത് ചരിത്രപരമായ പുനഃസമാഗമമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. आज की बुद्ध पूर्णिमा लद्दाख के वासियों के लिए मणिकंचन योग है। आज बुद्ध पूर्णिमा भी है, त्रिपावन दिवस भी है और आज भगवान बुद्ध के पवित्र अवशेषों के साथ बुद्ध स्वयं यहाँ उपस्थित है। एक प्रकार से आज की बुद्ध पूर्णिमा का महत्व बहुत बढ़ गया है. ലേയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബുദ്ധിസ്റ്റ് സ്റ്റഡീസിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ഡയറി പ്ലാന്റിന്റെ തറക്കല്ലിടലും ശ്രീ ഷാ നിർവഹിച്ചു. ഡീസലിന്റെയും വിമാന ഇന്ധനത്തിന്റെയും കയറ്റുമതി തീരുവ കുറച്ച് കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 23 രൂപയായും വിമാന ഇന്ധനത്തിന് ലിറ്ററിന് 33 രൂപയുമാണ് കുറച്ചത്. അതേസമയം പെട്രോളിന് കയറ്റുമതി തീരുവയില്ല. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കയറ്റുമതി നിരുത്സാഹപ്പെടുത്തി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് മാർച്ച് 27 മുതൽ ഇന്ധനങ്ങൾക്ക് കയറ്റുമതി തീരുവ ഏർപ്പെടുത്തിയത്. അതേസമയം ആഭ്യന്തര ഉപഭോഗത്തിനായി അനുവദിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് തീരുവ നിരക്കുകളിൽ മാറ്റമില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഓൺലൈൻ പണമിടപാട് ഗെയിമുകൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. പുതിയ ചട്ടങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. 2025 ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമത്തിന്റെ ഭാഗമായാണ് നടപടി. പുതിയ ചട്ടങ്ങൾ പ്രകാരം പണം വെച്ചുള്ള ഓൺലൈൻ ഗെയിമുകളുടെ പരസ്യങ്ങൾ നൽകുന്നതിനും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനും അനുമതിയുണ്ടാവില്ല. നിയമലംഘനത്തിന് തടവും പിഴയും ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളും ഉണ്ടാകും. ഗെയിമിംഗ് മേഖലയെ നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര IT മന്ത്രാലയത്തിന് കീഴിൽ ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഏകീകൃത റെഗുലേറ്റർ രൂപീകരിച്ചു. ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിയ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെന്റ് പ്ലാറ്റ്ഫോം എന്ന പദവിയിൽ. 2016 ഏപ്രിൽ 11 ഒരു പുതിയ ഡിജിറ്റൽ പരീക്ഷണം എന്ന തരത്തിൽ ആരംഭിച്ച UPI ഒരു ദശാബ്ദത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെന്റ് പ്ലാറ്റ്ഫോമായി മാറുകയായിരുന്നു. ആഗോള തൽക്ഷണ പേയ്മെന്റ് ഇടപാടുകളുടെ പകുതിയോളം ശക്തിപ്പെടുത്തുകയും ഇന്ത്യ എങ്ങനെ പണമടയ്ക്കുന്നു എന്നതിനെ പുനർനിർവചിക്കുകയും ചെയ്തതാണ് UPIയുടെ മികച്ച നേട്ടമായി വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തെ പൊതുജനങ്ങൾക്കായി വിതരണം ചെയ്യുന്ന പെട്രോൾ, ഡീസൽ വിലയിൽ മാറ്റമില്ലെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അറിയിച്ചു. ഇത് രാജ്യത്തെ മൊത്തം ഉപഭോഗത്തിന്റെ ഏകദേശം 90%. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 14.2 കിലോ LPG സിലിണ്ടറുകളുടെ വിലയിലും മാറ്റം വരുത്തിയിട്ടില്ലെന്ന് കമ്പനി പ്രസ്താവനയിൽ വ്യക്തമാക്കി. കൂടാതെ പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി നൽകുന്ന മണ്ണെണ്ണയുടെയും ആഭ്യന്തര വിമാന സർവീസുകൾക്കുള്ള ഇന്ധനത്തിന്റെയും വില നിലവിലുള്ളതുപോലെ തുടരും. അതേസമയം വ്യവസായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് ചെറിയ ശതമാനം വിലവർധന ഉണ്ടായതെന്നും കമ്പനി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR_News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം തപാൽ വോട്ടുകളാവും എണ്ണുക. അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുന്ന ഹാളിൽ അതികർശനമായ നിയന്ത്രണങ്ങളാവും ഏർപ്പെടുത്തുക. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് റിട്ടേണിംഗ് ഓഫീസർ അടക്കമുള്ളവർക്ക് QR കോഡ് അധിഷ്ഠിത സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. കൌണ്ടിംഗ് ഏജന്റുമാർക്ക് റിട്ടേണിംഗ് ഓഫീസർ നൽകുന്ന ബാഡ്ജിൽ ഏത് മേശയിലെ വോട്ടെണ്ണലാണ് അവർ വീക്ഷിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന സീരിയൽ നമ്പർ ഉണ്ടാകും. ഇങ്ങനെ അനുവദിച്ച് നൽകിയിരിക്കുന്ന മേശയോട് ചേർന്ന് തന്നെ കൌണ്ടിംഗ് ഏജന്റുമാർ ഇരിക്കണം. വോട്ടെണ്ണൽ ഹാളിലൂടെ നടക്കുവാൻ ഇവർക്ക് അനുവാദമുണ്ടാകില്ല. എന്നാൽ സ്ഥാനാർത്ഥി, തെരഞ്ഞെടുപ്പ് ഏജന്റ്, ഇവരുടെ അഭാവത്തിൽ റിട്ടേണിംഗ് ഓഫീസറുടെ മേശയിലെ കൌണ്ടിംഗ് ഏജന്റ് എന്നിവർക്കാണ് വോട്ടെണ്ണുന്ന എല്ലാ മേശകൾക്ക് അടുത്തേക്കും പോകാൻ അനുമതി ഉണ്ടാവുക. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രാ പൌർണമി ഉത്സവം ഭക്തിസാന്ദ്രമായി. ചൈത്രമാസത്തിലെ ചിത്തിരനാളിലെ പൌർണമി നാളിൽ മാത്രം ഭക്തർക്കായി തുറന്നുകൊടുക്കുന്ന പുരാതന കണ്ണകി ക്ഷേത്രത്തിലേക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി 10,000-കണക്കിന് ഭക്തരാണ് എത്തിയത്. 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഒരേ സമയം കേരള, തമിഴ്നാട് രീതികളിലുള്ള പൂജാകർമ്മങ്ങൾ നടന്നു. കേരളത്തിൽ വേനൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അതേസമയം വിവിധ ജില്ലകളിൽ പകൽ 10 മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യവുമായി ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം. തൊഴിലാളികളുടെ സാമ്പത്തികവും സാമൂഹികവുമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി നടത്തിയ പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഓർമ്മ പുതുക്കലാണ് ഈ ദിനം. 8 മണിക്കൂർ ജോലി എന്ന ന്യായമായ ആവശ്യത്തിനായി 1886 അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ ഹേ മാർക്കറ്റ് സമരമാണ് മെയ് ദിനത്തിന്റെ ആധാരശില. തുടർന്ന് 1889 പാരീസ് സോഷ്യലിസ്റ്റ് സമ്മേളനത്തിന് പിന്നാലെയാണ് മെയ് 1 തൊഴിലാളി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. സാർവദേശീയ തൊഴിലാളി ദിനമായി ഇന്ന് രാജ്യമെമ്പാടുമുള്ള തൊഴിലാളികൾക്ക് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ആശംസകൾ നേർന്നു. വികസിത രാജ്യമെന്ന ലക്ഷ്യം ശക്തിപ്പെടുത്തുന്നതിൽ തൊഴിലാളികളുടെ കഠിനാധ്വാനവും സമർപ്പണവും വിലമതിക്കാനാവാത്തതാണെന്നും ശ്രീ സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തൊഴിലാളികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ്, ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ റോയൽസ് 4-ാം സ്ഥാനത്തും ഡൽഹി ക്യാപിറ്റൽസ് 7-ാം സ്ഥാനത്തുമാണ്. സ്വാതി തിരുനാൾ ജയന്തിയോടനുബന്ധിച്ച് ആകാശവാണിയുടെ കേരള നിലയങ്ങൾ സംയുക്തമായി സംഘടിപ്പിച്ച സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിന്റെ ഭാഗമായുള്ള സംഗീതാർച്ചന തിരുവനന്തപുരം കോട്ടയ്ക്കകം ലവി ഹാളിൽ നടന്നു. മരുത്തോർവട്ടം ബാബു, അജിത് പ്രസാദ് R, ശിവകാമി നടരാജൻ, V. സിതാര കൃഷ്ണമൂർത്തി, പുഷ്പവതി പൊയ്പാടത്ത് എന്നിവർ സ്വാതി തിരുനാൾ കൃതികൾ അവതരിപ്പിച്ചു. മുംബൈയിൽ നിന്ന് 1745 കോടി രൂപ വിലമതിക്കുന്ന 349 കിലോഗ്രാം ഹൈഗ്രേഡ് കൊക്കൈനുമായി അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പിടികൂടിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ സംഘത്തിന് കേന്ദ്രമന്ത്രി അഭിനന്ദനം അറിയിച്ചു. ലഹരിമരുന്ന് സംഘത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സർക്കാർ ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. US നടപടികൾ ഇറാന്റെ സൈനിക ശേഷിയെ ഗണ്യമായി കുറച്ചുവെന്നും ഉപരോധങ്ങൾ മൂലം ഇറാന്റെ സമ്പദ് വ്യവസ്ഥ വഷളാവുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. ഇന്ന് ബുദ്ധപൂർണിമ. ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെന്റ് പ്ലാറ്റ്ഫോമായി ഇന്ത്യയുടെ UPI. കേരളത്തിൽ വേനൽ മഴ ശക്തി പ്രാപിക്കുന്നു. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പകൽ ചൂടിനെതിരെ ജാഗ്രത വേണമെന്നും നിർദ്ദേശം. തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യവുമായി ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ്, ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 3-ന്.